മൂവിയുടെ തുടക്കം തന്നെ നമ്മളുടെ ഈ ഒരു മൂവിയിലെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള ഗിപ്പിയെയാണ് കാണിക്കുന്നത്. അവള് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇന്ന് സ്കൂള് തുറക്കാണ്. അവൾക്ക് ഈ പഴയ പാട്ടുകളെല്ലാം വെച്ച് ഫണ്ണി ആയിട്ട് ഡാൻസ് കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൾ അങ്ങനെ ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. 8th സ്റ്റാൻഡേർഡിൽ നിന്ന് ഇപ്പൊ അവള് 9th സ്റ്റാൻഡേർഡിലേക്ക് ആയേക്കാണ്. കഴിഞ്ഞ വർഷത്തെ യൂണിഫോം ഇടാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് അങ്ങോട്ട് കേറുന്നില്ല. കാരണം അവൾ ഒന്നുകൂടി വണ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് നേരത്തെ പിടിയും വലിക്കും ശേഷം എങ്ങനെയൊക്കെ ആ ഒരു ഡ്രസ്സ് അവള് കെട്ടിയതിനു ശേഷം സ്കൂളിൽ എത്തുന്നുണ്ട്. സ്കൂളില് അവൾക്ക് അധികം ഫ്രണ്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടി. അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആശിഷിന് അവളോടൊരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. അവളോട് ഇങ്ങനെ വന്ന് സംസാരിക്കും, ഓരോ കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ അവൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൾ അവനെ അവോയ്ഡ് ചെയ്യാണ്. അവളുടെ ക്ലാസ്സിലേക്ക് പുതുതായിട്ട് കബീർ എന്ന് പറഞ്ഞ ഒരു കുട്ടി വരുന്നുണ്ട്. അവനെ കാണാനായിട്ട് ഭയങ്കര ഹാൻഡ്സ് ആയിരുന്നു. അതുകൊണ്ട് എല്ലാ പെൺകുട്ടികളും അവനോട് സംസാരിക്കാനായി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ്സിൽ ഇവളുടെ ആജന്മ ശത്രു ആയിരുന്നു ഷമീറ. ശത്രു ആവാൻ ഒരു കാരണവും ഉണ്ട്. അവള് ഭയങ്കര സ്ലിം ബ്യൂട്ടിയാണ്. ഇവൾക്ക് കുറച്ച് തടിയൊക്കെ ഉണ്ടല്ലോ. അതും പറഞ്ഞിട്ട് ഷമീറ എപ്പോഴും ഇവളെ കളിയാക്കുമായിരുന്നു. അതുകൊണ്ട് ഇവര് തമ്മിൽ ഒട്ടും ചേരത്തുമില്ല. ഷമീറയുടെ വീടിന്റെ ഒപ്പോസിറ്റ് തന്നെയാണ് ഈ കബീർ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവര് തമ്മിൽ നേരത്തെ അറിയായിരുന്നു. ഇവ ക്ലാസ് എടുക്കാനായി ഓരോ പീരീഡും മാറി മാറി ടീച്ചേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ കെമിസ്ട്രി ക്ലാസ്സിന്റെ സമയത്ത് ഗിപ്പിയുടെ വെയിറ്റ് താങ്ങാൻ പറ്റാതെ ആ ഒരു കസാര ബാക്കിലോട്ട് മറിഞ്ഞ് അവള് താഴെ വീഴുന്നുണ്ട്. ഇത് കണ്ട് ബാക്കിയുള്ള എല്ലാ കുട്ടികളും ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സാർ അവളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് മുന്നോട്ട് വരുന്നുണ്ടെങ്കിലും ഇല്ല, കുഴപ്പമില്ല, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നും പറഞ്ഞ് അവള് നേരെ എഴുന്നേറ്റിരിക്കുകയാണ്. സാറിന്റെ ഹെൽപ്പ് പോലും അവള് ചോദിക്കുന്നില്ല. പക്ഷെ അവൾക്ക് നല്ല പോലെ വേദനിച്ചിട്ടുണ്ടായിരുന്നു. സാറ് ക്ലാസ്സിൽ നിന്ന് പോയതിനു ശേഷം ഷമീറ ഗിപ്പിയുടെ അടുത്ത് വന്നിട്ട് അവള് വീണ ആ ഒരു സ്ഥലത്ത് എന്തോ തിരയുന്നുണ്ട്. ഗിപ്പി ആ സമയം എന്താണ് നീ അന്വേഷിക്കുന്നതെന്ന് ചോദിക്കുമ്പോ, നീ വീണ സ്ഥലമല്ലേ, ഈ ഒരു ബിൽഡിങ്ങിന് എന്തെങ്കിലും ക്രാക്ക് വന്നിട്ടുണ്ടോ എന്ന് നോക്കാണെന്നാണ് പറയുന്നത്. ഇത് കേട്ട എല്ലാ കുട്ടികളും അവളെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളുടെ ഗിപ്പി വിട്ടുകൊടുത്തൊന്നുമില്ല കേട്ടോ. അവളെ ഷമീറയോട് പറയാണ്, നീ അത് എത്തി നോക്കാനായിട്ടൊന്നും വരണ്ട, അതിന്റെ ഉള്ളിലേക്ക് നീ പൂണ്ടു പോകുന്നു. അതും കേട്ട് ബാക്കിയുള്ള കുട്ടികളെല്ലാം ചിരിക്കുന്നുണ്ട്. ഷമീറൊക്കെ എന്തോ പോലെ ആകാണ്. ഷമീറ പോകുന്ന വഴിക്ക് ഗിപ്പിയെ നോക്കിക്കൊണ്ട് കബീറിനോട് എന്തോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. ഇവൾക്ക് അതുകൊണ്ട് അവരെ രണ്ടുപേരെയും ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. ഗിപ്പിക്ക് ഒരു അനിയനാണ് ഉള്ളത്, ബോബു എന്നാണ് അവന്റെ പേര്. ബോബുനായിട്ട് അവള് വലിയ കമ്പനി ആയിരുന്നു. പക്ഷെ സ്കൂളിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നോണ്ട് തന്നെ ബോബുവിനോട് പോലും മര്യാദക്ക് സംസാരിക്കാൻ അവളെ കൊണ്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ അമ്മ ഒരു ബ്യൂട്ടി പാർലർ നടത്തിക്കൊണ്ടുവരാണ്. അമ്മ ഒറ്റക്കാണ് ഈ ഒരു 2 മക്കളെയും നോക്കുന്നത്. അമ്മയും അച്ഛനും തമ്മിൽ ഡിവോഴ്സ് ആയിട്ട് കുറെ നാളായിട്ടുണ്ടായിരുന്നു. അമ്മ വളരെ സ്നേഹത്തോടു കൂടിയാണ് 2 മക്കളോടും പെരുമാറാറുള്ളത്. സ്കൂൾ വിട്ട് വന്ന തന്റെ മകനോടും മകളോടും അവൾ ഉമ്മ ചോദിക്കുന്നുണ്ട്. ബോബു അപ്പൊ തന്നെ ഉമ്മ ചോദിച്ച് സ്കൂളിൽ നടന്ന വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും ഗിപ്പിയുടെ മൂഡ് ശരിയല്ലായിരുന്നല്ലോ. അവൾ ഉമ്മയും കൊടുക്കുന്നില്ല, വിശേഷങ്ങളൊന്നും പറയുന്നുമില്ല. എന്തോ പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പൊ അവർക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. ആരാന്ന് എടുത്തു നോക്കുമ്പോ അവരുടെ അച്ഛനായിരുന്നു. ബോബുവും ഫോണിന് വേണ്ടി ഗിപ്പിയോട് തല്ലുകൂടുന്നുണ്ടെങ്കിലും ഗിപ്പി അച്ഛനോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ സംസാരത്തിനിടയിൽ അവളുടെ മുഖം വാടി പോകുന്നുണ്ട്. അവള് വേഗം തന്നെ ഫോൺ കട്ട് ചെയ്യാണ്. അമ്മ കാര്യം എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്താണ് അച്ഛന്റെ എൻഗേജ്മെന്റ് ആണ് നെക്സ്റ്റ് സാറ്റർഡേ, എല്ലാവരോടും വരാനായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത്. അത് കേട്ട അമ്മയുടെ മുഖം ആകെ വാടുന്നത് ഗിപ്പി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അനിയൻ ഇതൊന്നും അറിയുന്ന പ്രായമല്ലായിരുന്നല്ലോ. അവന് വലിയ സന്തോഷമായിരുന്നു എൻഗേജ്മെന്റിന് ഫുഡ് എല്ലാം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അമ്മ പറയുന്നുണ്ട്, സാറ്റർഡേ അല്ലേ, അതുകൊണ്ട് ബ്യൂട്ടി പാർലർ അടച്ചിടാനായിട്ട് പറ്റില്ല, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വന്നാ മതി എന്ന്. വിഷമിച്ചിരിക്കുന്ന അമ്മയെ സമാധാനിപ്പിക്കാനായി ഗിപ്പി കുറച്ച് ഐസ്ക്രീമും കൊണ്ടെല്ലാം പോയി സമാധാനത്തോടുകൂടി സംസാരിക്കുന്നുണ്ട്. പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് വന്ന ഗിപ്പിയും അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള ഏഞ്ചലിനോട് അച്ഛന്റെ അമ്മയുടെ ഈ ഒരു കാര്യത്തെ പറ്റി പറഞ്ഞ് സങ്കടപ്പെടുന്നുണ്ട്. അപ്പോഴാണ് ക്ലാസ്സിലുള്ള ഒരു കുട്ടി അവിടേക്ക് വന്നിട്ട് കബീറിനെ കാണാൻ നല്ല ഹാൻഡ്സ് ആയിട്ടുണ്ട്, ഹോട്ട് ആണല്ലേ എന്നെല്ലാം പറയുന്നത്. കബീറിനോട് സംസാരിക്കാനായി ഒരുപാട് പെൺകുട്ടികൾ അവന്റെ പിന്നാലെ ഉണ്ടായിരുന്നു. പക്ഷെ അവൻ കൂടുതൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ളത് ഷമീറയായിട്ടാണ്. കാരണം അവന്റെ അയൽവക്കത്തുള്ളത് ഷമീറയായിരുന്നല്ലോ. അവരെല്ലാവരും കൂടി വോളിബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെമീറ അടിച്ച ബോള് ഗിപ്പിയുടെ മേല് വന്ന് വീഴുന്നുണ്ട്. അവള് താഴെ വീഴാണ്. എല്ലാവരും അവളെ നോക്കി കളിയാക്കി ചിരിക്കുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അവൾക്ക് വലിയ ദേഷ്യം വരാണ്. ആ സമയത്തും ആശിഷ് മാത്രമാണ് അവളോട് ഒലിപ്പിക്കാനായിട്ട് നിന്നിരുന്നത്. ബോൾ അടിച്ചിട്ട് നിനക്ക് വേദന എടുത്തില്ല അല്ലെ, നീ വലിയ സ്ട്രോങ് ആണെന്ന് അവൻ പറയാണ്. ഇതെല്ലാം കേട്ട് ഗിപ്പിയുടെ തല ആകെ പെരുക്കുന്നുണ്ടായിരുന്നു. ഷമീറ വന്ന് ഗിപ്പിയെയും അവളുടെ ഫ്രണ്ടിനെയും മാർക്കിന്റെ കാര്യം പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കെമിസ്ട്രി പീരീഡിന്റെ ആ ഒരു സമയം എക്സ്പെരിമെന്റ് എല്ലാം പയേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് വെറൈറ്റി ആകുമെന്ന് ആ ഒരു സാറ് പറയാണ്. അതുകൊണ്ട് തന്നെ ബോയ്സ് എല്ലാവരും ഗേൾസിന്റെ നെയിം പേപ്പറിൽ എഴുതി എടുക്കണമായിരുന്നു. ഓരോരുത്തർ ആ ഒരു പേപ്പർ എടുക്കാനായിട്ട് തുടങ്ങാണ്. ഗിപ്പിയെ കിട്ടിയിരിക്കുന്നത് കബീറിനായിരുന്നു. അവര് രണ്ടുപേരും പരസ്പരം സംസാരിക്കാതെ മൗനായിട്ട് നിൽക്കാണ്. ഗിപ്പി ഒന്നും സംസാരിക്കുന്നത് കാണാത്തോണ്ട് തന്നെ അവളോട് കബീർ സംസാരിക്കുന്നില്ല. അവള് പ്രത്യേകിച്ചൊന്നും മിണ്ടാതെ ആക്ഷൻസ് മാത്രമാണ് കാണിക്കുന്നത്. എക്സ്പെരിമെന്റിന് ആസിഡ് ഒഴിക്കുന്ന സമയത്ത് നിനക്ക് കെമിസ്ട്രി ഇഷ്ടല്ലേ, ഇതിനെ പറ്റിയൊന്നും അറിയില്ലേ എന്ന് ചോദിക്കാണ്. അത് അവളുടെ ഹീഗോ ഹേർട്ട് ചെയ്യാണ്. അവളപ്പോ
എനിക്കെല്ലാം അറിയാം, നീ ആ ഒരു ടെസ്റ്റ് ട്യൂബ് എന്റെ കയ്യിൽ താന്നും പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ടെസ്റ്റ് ട്യൂബ് വാങ്ങി ഒരു ആസിഡ് എടുത്ത് ഒഴിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പൊ തന്നെ കബീർ പറയുന്നുണ്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ലാന്ന്. അവൾ എന്നാ അതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു ആസിഡ് ഒഴിച്ചതും അത് പൊട്ടിത്തെറിക്കുന്നുണ്ട്, അവളുടെ മുഖത്തെല്ലാം കളറാവാണ്. ഇത് കണ്ടു നിന്ന കുട്ടികളെല്ലാം ചിരിക്കുമ്പോ കബീർ പറയുന്നുണ്ട് നീ പേടിക്കണ്ട, ഇത് പ്രത്യേകിച്ച് ഹാർംഫുൾ ആയിട്ടുള്ള ആസിഡ് ഒന്നും അല്ല, പ്രശ്നമൊന്നും ഉണ്ടാവില്ലാന്ന്. എന്നിട്ട് അവളുടെ മുഖത്തുള്ള കളർ എല്ലാം തുടച്ചു കൊടുക്കാനായിട്ട് പോകാണ്. ഈ ദേഷ്യത്തില് ഗിപ്പി അവനോട് ചൂടാവുന്നുണ്ട്. നിനക്കറിയാ ആ ഒരു ആസിഡ് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കുന്നു, പിന്നെ നീ എന്താ എന്നോട് പറയാഞ്ഞെന്ന് ചോദിച്ച് എല്ലാവരുടെ മുന്നിൽ വെച്ചും ദേഷ്യപ്പെട്ട് സാറിനോട് പോലും ദേഷ്യപ്പെട്ടിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയ അവളും ഇതെല്ലാം ആലോചിച്ച് ഭയങ്കര ഷോക്കായിട്ട് ഇരിക്കുകയാണ്. അവളുടെ അനിയൻ വന്നിട്ട് അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടും വെച്ച് രണ്ടുപേരും ഫണ്ണി ആയിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. കൂട്ടത്തിൽ അവളുടെ അമ്മയും കൂടാണ്. ഇപ്പൊ സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ അമ്മ രണ്ടു മക്കളെയും നിർബന്ധിച്ച് അച്ഛന്റെ എൻഗേജ്മെന്റിന് പറഞ്ഞയക്കാണ്. ഗിപ്പിയും ബൂബുവും അച്ഛന്റെ എൻഗേജ്മെന്റ് നടക്കുന്ന ആ ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്. കല്യാണ ചെറുക്കന്റെ മക്കളായതുകൊണ്ട് തന്നെ എല്ലാവരും അവരെ കളിയാക്കുന്ന രീതിയിലാണ് നോക്കുന്നതെല്ലാം. ആ സമയത്ത് അച്ഛൻ കല്യാണം കഴിക്കാൻ ഇരിക്കുന്ന ആ ഒരു ഫോറിൻ ലേഡി വന്നിട്ടാണ് അവര് രണ്ടുപേരെയും സ്വീകരിക്കുന്നത്. ബൂബുന് ആ ഒരു പെണ്ണിനെ അല്ലാതെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാ കുറച്ച് മെച്യൂരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ തന്റെ അമ്മക്ക് പകരമായിട്ടാണ് ഈ ഒരു ലേഡി വരുന്നതെന്ന് മനസ്സിലാക്കിയ ഗിപ്പി അവളോട് കൂടുതൽ അറ്റാച്ച്ഡ് ആവുന്നില്ല. അച്ഛനോട് അവർക്ക് രണ്ടുപേർക്കും വലിയ സ്നേഹമായിരുന്നു. കണ്ടപാടെ അച്ഛനെ പോയി കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇപ്പൊ ഫാമിലി ഫോട്ടോ എടുക്കാൻ പോകുന്ന സമയത്ത് ഗിപ്പി മനഃപൂർവ്വം അവിടെ നിന്ന് അമ്മയെ വിളിക്കണമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. ആ സമയത്ത് ബൂബുനായിട്ട് ഫോട്ടോ എടുക്കാൻ പോകുമ്പോ ചേച്ചി ഇല്ലാതെ ഞാനും ഇല്ല, ഞാനും പോട്ടെ എന്നും പറഞ്ഞ് അവനും എണീറ്റ് പോവാണ്. അങ്ങനെ അവര് രണ്ടുപേരും മാത്രമായിട്ടാണ് ഫോട്ടോ എടുക്കുന്നത്. അവർക്ക് രണ്ടുപേർക്കും ആ ഒരു പാർട്ടി ഭയങ്കര ബോറായിരുന്നു. ആ ഫോറിൻ ലേഡി വേറൊരു ലേഡിയെ ഗിപ്പിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ആ ലേഡിയുടെ മകനും ഗിപ്പി പഠിക്കുന്ന ആ ഒരു സെയിം സ്കൂളിൽ തന്നെയാണ് പഠിക്കുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ ഹൈസ്കൂളിലാണ് ഉള്ളത്. പാർട്ടിക്ക് വന്നതാണെങ്കിലും അവൻ ഭയങ്കരമായിട്ട് ബോർ അടിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നതെന്നും ഗിപ്പിയോട് അവൻക്ക് കുറച്ച് കമ്പനി കൊടുക്കാനായിട്ടും ആ ഒരു അമ്മ ആവശ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗിപ്പി ആ ഒരാളുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അവന്റെ പേര് അർജുൻ ആയിരുന്നു. ഗിപ്പി ചെല്ലുന്ന സമയത്ത് അർജുൻ സിഗരറ്റ് വലിച്ച് എന്തോ ആലോചിച്ച് നിൽക്കാണ്. അവൾക്ക് എന്താണ് പറയേണ്ടത്, എങ്ങനെയാണ് തുടങ്ങേണ്ടത് എന്നൊന്നും അറിയില്ലായിരുന്നു. നിങ്ങളുടെ അമ്മ എന്നെ പറഞ്ഞയച്ചതാണ്, നമ്മൾ രണ്ടുപേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത് എന്നെല്ലാം പറഞ്ഞ് അവര് സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. ഗിപ്പിയുടെ അച്ഛന്റെ രണ്ടാമത്തെ കല്യാണമാണ് ഇതെന്ന് അർജുനോട് പറയുമ്പോ എന്റെ അമ്മ 4 കല്യാണം കഴിച്ചിട്ടുണ്ടെന്ന് അർജുൻ ഭയങ്കര സില്ലി ആയിട്ട് എടുക്കാണ്. പക്ഷെ അച്ഛനെ കുറിച്ച് ചോദിക്കുമ്പോ അവർക്ക് എന്തോ ഭയങ്കര വിഷമുണ്ടായിരുന്നു. അവര് രണ്ടുപേരും അങ്ങനെ നല്ല കമ്പനി ആവുന്നുണ്ട്, ഒന്നിച്ച് ഡാൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അർജുനെ കണ്ട ഗിപ്പിക്ക് അവനോട് ഒരു ചെറിയ അട്രാക്ഷൻ തോന്നുന്നുണ്ടായിരുന്നു. തിരിച്ചവള് വീട്ടിലെത്തിയിട്ടും അർജുനെ കുറിച്ച് തന്നെയാണ് ഓർത്തുകൊണ്ടിരിക്കുന്നത്. അവൾ അമ്മയോടും അനിയനോടൊന്നും അങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അവൾ എന്തോ ഒരു സ്വപ്ന ലോകത്തായിരുന്നു. കെമിസ്ട്രി ലാബില് പെയേഴ്സ് ആയിട്ട് ഇപ്പോ കബീറും ഗിപ്പിയും തന്നെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. കബീർ അവളോട് നല്ല രീതിയിൽ സംസാരിക്കാനായി പോകുന്നുണ്ടെങ്കിൽ ഷമീറയുടെ ബോയ് ഫ്രണ്ട് അല്ല അവൻ. ആ ഒരു ദേഷ്യത്തില് കബീറിനോട് അവള് വലിയ ദേഷ്യം കാണിക്കുന്നുണ്ട്. അർജുനെ കാണാനുള്ള ത്വര കൊണ്ട് തന്നെ ഹൈസ്കൂളിന്റെ മുന്നിൽ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഗിപ്പി. അർജുൻ വന്നതും ഹായ് പറയുന്നുണ്ട്. എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോ നാളെ ലീവ് ആയതുകൊണ്ട് അവര് ഫ്രണ്ട്സിന്റെ കൂടെ എവിടേക്കോ ട്രിപ്പ് പോകുന്നുണ്ട് അത്ര, അവളോട് കൂടെ വരുന്നുണ്ടോ എന്ന് ചോദിക്കാണ്. അവൾ ആ ഒരു സ്പോട്ടിൽ തന്നെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അവന്റെ കൂടെ കറങ്ങാനായിട്ട് ഗിപ്പിയും പോകുന്നുണ്ട്. ഗിപ്പിക്ക് അവന്റെ കൂടെയുള്ള ഓരോ സെക്കൻഡ്സും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിറ്റേ ദിവസം സ്കൂളില് പ്രിൻസിപ്പൾ അനൗൺസ് ചെയ്യുന്നുണ്ട് എലക്ഷൻ ഡേറ്റ് അടുക്കാറായി, ഹെഡ് ഗേളിനെ തെരഞ്ഞെടുക്കണമെന്ന്. ക്രിസ്മസിന്റെ അന്നായിരിക്കും അതിന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിലൊന്നും തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരായിരുന്നു ഗിപ്പിയും അവളുടെ ഫ്രണ്ടും. പക്ഷെ ഷമീറ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായിട്ടുണ്ടായിരുന്നു. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ആ ഒരു സ്കൂളിലെ ഹെഡ് ഗേൾ ആവണം എന്നുള്ളത്. ഗിപ്പിയുടെ സ്വഭാവത്തിൽ എന്തോ മാറ്റമുണ്ടെന്ന് കണ്ട ഏഞ്ചലും കാര്യം എന്താന്ന് തിരക്കുന്നുണ്ട്. ഗിപ്പി അവളെയും കൂട്ടിക്കൊണ്ട് ഒരു ലൈബ്രറിയിലേക്ക് പോയതിനു ശേഷം അർജുന്റെ കാര്യമെല്ലാം ഏഞ്ചലിനോട് സ്വകാര്യം പോലെ പറയുന്നുണ്ട്. അത് കണ്ടുവന്ന ഷമീറ നിങ്ങൾ എന്താണ് മാറി നിന്ന് സ്വകാര്യം പറയുന്നത്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ, നിങ്ങൾ ലവേഴ്സ് ആണോ എന്ന് ചോദിക്കുകയാണ്. എന്തെങ്കിലും ഒരു മറുപടി കൊടുക്കണല്ലോ. അതുകൊണ്ട് തന്നെ ഷമീറയോട് ഗിപ്പി ഇവളെന്റെ ലവർ ഒന്നല്ല, പക്ഷെ ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം അവളോട് പറയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഷമീറ അപ്പൊ കളിയാക്കിക്കൊണ്ട് നിനക്കൊക്കെ ബോയ് ഫ്രണ്ട്, നിനക്കൊന്നും ബോയ് ഫ്രണ്ടിനെ കിട്ടാനേ പോകുന്നില്ല എന്ന് പറഞ്ഞത് നീ വിചാരിക്കുന്ന പോലെയല്ല, ഹൈസ്കൂളിലാണ് എന്റെ ബോയ് ഫ്രണ്ട് പഠിക്കുന്നത്, നല്ല ഹോട്ട് ആൻഡ് ഹാൻഡ്സ് ആണ്, നിനക്ക് എന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ ജെലീസ് ആവും എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷമീർ അന്ന് വൈകുന്നേരം അവളുടെ വീട്ടിലായിട്ട് ഒരു പാർട്ടി ഉണ്ട്, നിന്റെ ബോയ് ഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട്. ആ ഒരു വാശിയില് ഗിപ്പി അതിന് സമ്മതിക്കാണ്. ഗിപ്പി ഈ ഒരു ബോയ് ഫ്രണ്ടിന്റെ കാര്യം പറയുന്നത് ചുറ്റുമുള്ള സ്റ്റുഡൻസ് എല്ലാവരും കേട്ടിട്ടുണ്ടായിരുന്നു, കൂട്ടത്തിൽ ആശിഷും കേട്ടിട്ടുണ്ടായിരുന്നു. ഗിപ്പിക്ക് പക്ഷെ ഭയങ്കര ടെൻഷനാണ്. കാരണം അർജുൻ താൻ വിളിച്ചാല് പാർട്ടിക്ക് വരൂന്ന് പോലും അവൾക്ക് അറിയില്ലായിരുന്നു. ഫ്രണ്ട് ആയിട്ടുള്ള ഏഞ്ചല് നീ ഒന്ന്
ഒന്ന് വിളിച്ചു നോക്ക്, അതിനുശേഷമല്ലേ ബാക്കിയല്ലാന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. ആശിഷ് ഇപ്പോ ഗിപ്പിക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതാണ്. എനിക്ക് ലവർ ഉണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷമൊന്നും, ഞാൻ എല്ലാത്തിനും നിന്റെ കൂടെ ഉണ്ടാവും, ഞാൻ എല്ലാത്തിനും സപ്പോർട്ടാണെന്നും പറഞ്ഞിട്ടാണ്. പക്ഷെ പാവാവിന്റെ മുഖത്ത് നല്ല വിഷമുണ്ടായിരുന്നു. ഗിപ്പി ഇത് കണ്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അവൾ അന്ന് അർജുനെ കാണാനായി ഹൈസ്കൂളിന്റെ അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. അർജുനോട് പാർട്ടിയെ കുറിച്ച് പറയുന്നുണ്ട്. അവനും വേറെ ഒന്നും ചിന്തിക്കാതെ ഓക്കെ ഞാൻ വന്നോളാം എന്നാണ് പറയുന്നത്. അമ്മയെ സോപ്പിട്ട് ഇപ്പൊ പാർട്ടിക്ക് പോകാനുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ് ഗിപ്പി. അവൾ ഒരുപാട് ഡ്രസ്സ് ട്രൈ ചെയ്യുന്നുണ്ട്. നല്ല പോലെ അവൾക്ക് വണ്ണുള്ളതുകൊണ്ട് തന്നെ ഒരു സൈസും കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അവസാനമാണ് അവൾക്ക് ഒരു കറക്റ്റ് സൈസിനുള്ള ഡ്രസ്സ് കിട്ടിയത് തന്നെ. അന്ന് രാത്രി പാർട്ടിക്ക് വേണ്ടി അവൾ ഒരുങ്ങുന്നുണ്ട്. ഈ വീട്ടുകാർക്കെല്ലാം അവള് അർജുനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അറിയാമായിരുന്നു. അമ്മയും അനിയനും ഭയങ്കര സപ്പോർട്ടീവാണ്. അർജുന്റെ കൂടെയാണ് പാർട്ടിക്ക് പോകുന്നതെന്ന് പറഞ്ഞതും അമ്മ ഒക്കെ എൻജോയ് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് അവളെ പറഞ്ഞയക്കുന്നത്. അർജുൻ ഇപ്പൊ വീട്ടിലേക്ക് വന്നിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അവര് രണ്ടുപേരും അങ്ങനെ പോകുന്ന സമയത്ത് പുറത്തായിട്ട് അർജുന്റെ ആ ഒരു രണ്ട് ഫ്രണ്ട്സ് നിൽക്കുന്നത് ഗിപ്പി കാണുന്നുണ്ട്. അവൻ അവന്റെ ഫ്രണ്ട്സിനെയും കൂട്ടിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. ഇവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് വല്ല പ്രശ്നം ഉണ്ടോ എന്നാണ് അവൻ തിരിച്ചു ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗിപ്പിയും ഈ പ്രശ്നമൊന്നുമില്ല നമുക്ക് പോകാന്നും പറഞ്ഞ് ഷമീറയുടെ വീട്ടിലേക്ക് 3 പേരെയും കൂട്ടിക്കൊണ്ട് പാർട്ടിക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നപ്പോൾ ഷമീറ അർജുനെ കണ്ട് ആകെ ഷോക്ക് ആവാണ്. നിന്റെ ബോയ് ഫ്രണ്ട് എവിടെയെന്ന് ഷമീറ ചോദിക്കുമ്പോൾ അർജുനെ വിളിച്ച് ഷമീറക്ക് അവള് പരിചയപ്പെടുത്തി കൊടുക്കാണ്. ഇവന്റെ പേര് അർജുൻ എന്നാണെന്ന് പറഞ്ഞിട്ട് അർജുനെ കണ്ട് അവൾക്ക് ഭയങ്കരമായിട്ട് കുശുമ്പ് തോന്നുന്നുണ്ട്. ഇവര് ഭയങ്കര ഹൈസ്കൂൾ സ്റ്റുഡൻസ് ആയിരുന്നല്ലോ, അതുകൊണ്ട് ഇവരുടെ കയ്യിൽ ആൽക്കഹോൾ ഉണ്ടായിരുന്നു. കൂൾ ഡ്രിങ്ക്സിൽ ആൽക്കഹോൾ മിക്സ് ചെയ്ത് അവര് 3 പേരും കുടിക്കുന്നുണ്ട്. കൂട്ടത്തില് ഗിപ്പിക്കും കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ അവളുടെ തലക്ക് ഭയങ്കര പെരുപ്പാവാണ്. അവൾ അവിടെ കടന്ന് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. കൂട്ടത്തില് അർജുനും അവന്റെ ഫ്രണ്ട്സും എല്ലാവരും തന്നെ ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങാണ്. അർജുനും ഗിപ്പിയും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ട് ഡാൻസ് കളിക്കുന്നത് കണ്ട ഷമീറൊക്കെ വീണ്ടും വീണ്ടും കുശുമ്പാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാട്ട് ഓഫ് ചെയ്ത് ഷമീറ ഇത് പബ്ബൊന്നും അല്ല എന്റെ വീടാണ്, ഇങ്ങനെ കിടന്ന് തുള്ളാനൊന്നും പറ്റില്ല എന്ന് പറയാണ്. നീ 3 പേരായിട്ട് വന്നിട്ടുണ്ടല്ലോ, ഇതിൽ ശരിക്കും ആരാണ് നിന്റെ ബോയ് ഫ്രണ്ട്? 3 പേരും നിന്റെ ബോയ് ഫ്രണ്ട് തന്നെയാണോ എന്ന് ചോദിക്കുമ്പോ ഗിപ്പി അർജുന്റെ കൈ പിടിച്ചതിന് ശേഷം അതൊക്കെ അർജുന്റെ ഫ്രണ്ട്സ് ആണ്, ഇവനാണ് എന്റെ ബോയ് ഫ്രണ്ട് അർജുൻ എന്ന് പറയുന്നുണ്ട്. എന്നാൽ അർജുൻ അത് കേട്ട് ഷോക്ക് ആവുന്നുണ്ട്. കൂടെ വന്ന അവന്റെ ഫ്രണ്ട്സ് ചിരിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ നിനക്ക് എന്നെ ഇഷ്ടമല്ല അർജുൻ എന്ന് ഗിപ്പി ചോദിക്കുമ്പോ അവൻ എന്തോ എക്സ്ക്യൂസ് പറയാനായിട്ട് പോകുന്നുണ്ട്. നീ എന്തോ തെറ്റിദ്ധരിച്ചതാണ്, എനിക്ക് അങ്ങനെ ഒന്നും ഇല്ലാന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് അർജുൻ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗിപ്പിക്ക് വലിയ നാണക്കേടാവുന്നുണ്ട്. കൂട്ടത്തിൽ ഷമീറയും പറയാണ് നിന്നൊക്കെ ആര് സ്നേഹിക്കാനാണെന്ന്. ആ ഒരു വിഷമത്തില് അർജുനോട് പിണങ്ങി ഗിപ്പി അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് കബീറിന് വിഷമം തോന്നുന്നുണ്ടായിരുന്നു. ഗിപ്പി ഇപ്പൊ ഭയങ്കര മൂഡൌട്ടാണ്. തിരിച്ച് വീട്ടിലേക്ക് വന്ന അവള് പീരീഡ്സ് ആയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഫുഡെല്ലാം കഴിച്ച് റൂമെല്ലാം അലങ്കോലായി ഇട്ട് അവള് റൂമിൽ തന്നെ അടച്ചു മൂടിയിരിക്കുകയാണ്. ആ പാർട്ടിക്കിടയിൽ ഏഞ്ചൽ എന്തോ പറയാൻ വന്ന സമയത്ത് ഏഞ്ചലിനെ അവള് ചീത്ത പറയുന്നുണ്ടായിരുന്നു. ആ ഒരു ദേഷ്യത്തില് പിറ്റേ ദിവസം ക്ലാസ്സിലേക്ക് വന്ന ഏഞ്ചല് അവളുടെ അടുത്ത് നിന്ന് സീറ്റ് മാറിയിരിക്കുകയാണ്. ആകെ ഉണ്ടായിരുന്ന അവളുടെ ഫ്രണ്ടും ഇല്ലാതെ ആയിരിക്കുകയാണ്. ഇപ്പൊ അവള് ഫുഡെല്ലാം ഒറ്റക്കാണ് കഴിക്കുന്നത്. ഏഞ്ചൽ അവളോട് മിണ്ടുന്നത് പോലും ഇല്ലായിരുന്നു. ചേച്ചി ഭയങ്കര മൂഡൌട്ട് ആയിട്ട് ഇരിക്കുന്നത് കണ്ട് അവളുടെ അനിയനാന്ന് വെച്ചാൽ അവളെ സമാധാനിപ്പിക്കാനായി ഓരോന്ന് പറയുന്നുണ്ട്. എന്നാ അനിയന്റെ തടിയെയും ബോഡി ഷേമിങ്ങും ചെയ്ത് അവള് വിഷമിപ്പിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഇതറിഞ്ഞ അമ്മ ദേഷ്യത്തോടുകൂടി അവളുടെ അടുത്തേക്ക് വരാണ്. നീ അങ്ങനെ അനിയനോട് പറയാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞ് അവളുടെ മുഖത്തിട്ടൊന്ന് കൊടുക്കാണ്. കാരണം ആ ഒരു പാവ അനിയന് നല്ല വിഷമായിട്ടുണ്ടായിരുന്നു. അമ്മ അങ്ങനെ അവളെ ഉപദേശിക്കുന്നുണ്ട്. നീ എന്തിനാണ് ഇത്രയും സെൻസിറ്റീവ് ആയിരിക്കുന്നത്, എല്ലാം ചില്ലായിട്ട് വിട് എന്ന് പറയുന്നുണ്ട്. എനിക്ക് ലൈഫ് ടൈം അടുത്തൊന്നും പറഞ്ഞ് ഗിപ്പി കരയാണ്. നീ അനിയനോട് അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഷമീറയും നീയും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ സെയിം ആയില്ലേ എന്നാണ് അമ്മ ചോദിക്കുന്നത്. അത് ചോദിച്ചപ്പോ ഗിപ്പിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. അവൾ അവളുടെ അനിയന്റെ അടുത്ത് ചെന്ന് ഒരുപാട് സോറി പറയുന്നുണ്ട്. അങ്ങനെ അവര് വീണ്ടും പിണക്കങ്ങളെല്ലാം മാറ്റുന്നുണ്ട്. അമ്മ ഇത് കണ്ട് സന്തോഷിക്കുകയാണ്. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാവരും ഇതിനെ കുറിച്ച് അറിഞ്ഞുകൊണ്ട് തന്നെ അവളെ നോക്കി കളിയാക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയൊക്കെ അവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ഏഞ്ചലിനെ വിളിച്ച് അവള് സോറി പറഞ്ഞ് രണ്ടുപേരും വീണ്ടും ഒന്നു ചേരുന്നുണ്ട്. ഇപ്പൊ ഇലക്ഷന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ഷമീറയും ഗിപ്പിയുടെ അടുത്ത് വന്ന് നീ അന്ന് വലിയ വിളിച്ചല്ലോ, ഇപ്പൊ എന്താ ഇലക്ഷന് പേര് കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗിപ്പി ഇലക്ഷന് പേര് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. അവളുടെ പേര് പോലും തെളിയുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെ ഇലക്ഷന് പേര് കൊടുത്തു വരുന്നുണ്ട്. പേര് കൊടുത്ത് വന്നതിന് ശേഷമാണ് എങ്ങനെ ജയിക്കാനാണ്, എനിക്കൊക്കെ ആര് വോട്ട് ചെയ്യാനാണ്, കൂടി വന്നാൽ നിങ്ങൾ 4 പേര് വോട്ട് ചെയ്യും, ബാക്കി 300 കൂടുതൽ വോട്ട് ഷമീറക്കാണ് കിട്ടുക. ഇലക്ഷന് ജയിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റീസ് വേണമെന്ന് ലിസ്റ്റ് ഇടാണ് എല്ലാവരും കൂടി. അവളുടെ അനിയനും അതിന് വേണ്ടിയിട്ട് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് നോക്കിയാല് ഹോട്ട് ആയിരിക്കണം, അതുകൂടാതെ ഒരുപാട് മാർക്ക് വേണം, ബോയ് ഫ്രണ്ട് വേണം, പേഴ്സണാലിറ്റി ഉണ്ടാവണം എന്നൊക്കെ ലിസ്റ്റ് ഇടുന്നുണ്ട്. അതെല്ലാം ഫോളോ ചെയ്യാൻ വേണ്ടി അവൾ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. നന്നായി പഠിക്കുന്നുണ്ടെങ്കിലും അവളുടെ മാർക്ക് കുറവാണ്. ബോയ് ഫ്രണ്ടിന് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഒരാൾ പോലും അവളുടെ ബോയ് ഫ്രണ്ട് ആവുന്നേ ഇല്ല. വണ്ണം കുറയ്ക്കാൻ കുറെ എക്സസൈസും ചെയ്യുന്നുണ്ട്, ഫുഡ് കുറയ്ക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ അവൾക്ക് അവളുടെ അമ്മയുടെ പക്വത ഇല്ലാതെ ജീവിക്കാനേ പറ്റില്ല. ഒരു ദിവസം അസംബ്ലിയിൽ ഇലക്ഷന് നിൽക്കുന്ന കുട്ടികളോട് സ്പീച്ച് പറയാനായി പ്രിൻസിപ്പൾ പറയുന്നുണ്ട്. സമീറ വന്ന് സ്പീച്ച്
പറയുന്നുണ്ട്. അവള് ക്ലാസ്സില് ഫസ്റ്റ് സ്റ്റുഡന്റ് ആണ്, സ്കൂളിൽ തന്നെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്, സ്പോർട്സിൽ ഫസ്റ്റ് ആണ്, ഉറപ്പായിട്ടും ഇതിലും ഞാൻ എന്റെ ബെസ്റ്റ് കൊടുക്കും എന്ന് പറഞ്ഞ് അവള് സ്പീച്ച് അവസാനിപ്പിക്കാണ്. ഗപ്പി ഇപ്പൊ സംസാരിക്കാനായിട്ട് വരുന്നുണ്ട്. അവൾ ആദ്യം തന്നെ പറയുന്നത്, നിങ്ങളോട് സംസാരിക്കാനായിട്ട് ഞാൻ ഒട്ടും തന്നെ പ്രിപ്പയർ ചെയ്തിട്ടില്ല, എന്നാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം കാട്ടിത്തരാം എന്നാണ്. എന്നിട്ട് അവളും അവളുടെ അനിയനും കൂടി ഫണ്ണി ആയിട്ട് ഒരു ഡാൻസ് കളിക്കാറില്ല, അങ്ങനെ ഡ്രസ്സൊക്കെ ചെയ്ത് ഭയങ്കര ഫണ്ണി ആയിട്ട് ഡാൻസ് കളിച്ചോണ്ടിരിക്കുകയാണ്. പക്ഷെ അത് കാണുന്ന കുട്ടികളെല്ലാവരും ഇതെന്താ ഇവളീ ചെയ്യുന്നതെന്നുള്ള രീതിയിൽ അവളെ നോക്കി കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്. ഡാൻസിനിടയിൽ ഗപ്പിയുടെ കോട്ടൊന്ന് കീറി പോകുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ അവളും സ്റ്റേജിൽ നിന്ന് ഓടിപ്പോകാണ്. അനിയനും അവളുടെ പിന്നാലെ ഓടുന്നുണ്ട്. അവര് രണ്ടുപേരും അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ ഒന്നും ചെയ്താൽ ആരും നമുക്ക് വോട്ട് ചെയ്യാനായിട്ട് പോകുന്നില്ല, നമ്മ എന്തായാലും ഇതിൽ തോൽക്കുമെന്ന്. ഇതും ആലോചിച്ച് അവര് ഭയങ്കര ഷോക്കായിട്ടിരിക്കുകയാണ്. സ്റ്റേജിൽ നിന്ന് ഓടി വന്ന ഗപ്പിയോട് സംസാരിക്കാനായി കബീർ അവിടേക്ക് വരുന്നുണ്ട്. നീ എന്തിനാണ് ഇപ്പൊ വരുന്നത്? എങ്ങനെയായാലും നീ സെമീറയുടെ ബോയ് ഫ്രണ്ട് അല്ലേ, നീ അവളെ സപ്പോർട്ട് ചെയ്യാനല്ലേ പോകുന്നതെന്ന് ഗപ്പി ചോദിക്കുന്നുണ്ട്. ഞാൻ സെമീറയുടെ ബോയ് ഫ്രണ്ട് അല്ല, ഞാൻ അവൾക്ക് സപ്പോർട്ട് ചെയ്യാനും പോകുന്നില്ല, നിനക്കാണ് സപ്പോർട്ട് ചെയ്യാൻ പോകുന്നതെന്ന് അവൻ പറഞ്ഞ് അവന്റെ കോട്ട് ഗപ്പിക്ക് കൊടുക്കുന്നുണ്ട്. കബീർ അവളെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് തന്നെ അവളും സ്റ്റേജിൽ വന്ന് ഭയങ്കര കോൺഫിഡൻസോടുകൂടി സംസാരിക്കാനായിട്ട് തുടങ്ങാണ്. അവളിപ്പോ ഭയങ്കര ബോൾഡ് ആയിരുന്നു. അവള് വന്ന് നിന്ന് പറയാണ്, സെമീറ പറഞ്ഞതെല്ലാം ശരിയാണ്, അവള് പഠിപ്പിലും ബെസ്റ്റ് ആണ്, സ്പോർട്സിലും ബെസ്റ്റ് ആണ്, ടാലന്റ് എന്ന് പറയാനായിട്ട് ഒന്നുമില്ല, കുറച്ച് ഡാൻസ് കളിക്കും, ആ ഡാൻസ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടത്, അത്ര മാത്രമേ എനിക്ക് അറിയുള്ളൂ. ഞാനും നിങ്ങളെ പോലെ ഒരു കോമൺ സ്റ്റുഡന്റ് ആണ്, അതുകൊണ്ട് തന്നെ സെമീറയെ പോലെ ഭരിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങളിൽ ഒരാളായി നിങ്ങളെ പോലെ കോമൺ ആയിട്ട് നിൽക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന്. നിങ്ങൾക്ക് നിങ്ങളെ ലീഡ് ചെയ്യുന്ന ഒരു ലീഡറെയാണ് വേണ്ടതെങ്കിൽ സെമീറയ്ക്ക് നിങ്ങൾ വോട്ട് ചെയ്തോ, അല്ല നിങ്ങളിൽ ഒരാളായിട്ട് നിൽക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യാൻ പറഞ്ഞ അവൾ ആ ഒരു സ്പീച്ച് അവസാനിപ്പിച്ചതും കുട്ടികളെല്ലാവരും കൈയടിക്കുന്നുണ്ട്. ഇത് കണ്ട് ഷമീറയും ആകെ അത്ഭുതപ്പെടാണ്. ഒരു ദിവസം വോളിബോൾ കളിച്ചോണ്ടിരിക്കുമ്പോ ബോൾ തട്ടി അവൾ ഒന്നുകൂടി നിലത്ത് വീഴുന്നുണ്ട്. അത് കണ്ട് എല്ലാവരും ചിരിക്കാനായിട്ട് തുടങ്ങുമ്പോ ഇപ്രാവശ്യം അവരുടെ കൂടെ കൂടി ഗിപ്പിയും ചിരിക്കാനായിട്ട് തുടങ്ങാണ്. ഇതുപോലെ അവളുടെ നെഗറ്റീവ്സ് എല്ലാം അവൾ പോസിറ്റീവ് ആയിട്ട് മാറ്റാനായിട്ട് തുടങ്ങുന്നുണ്ട്. പക്ഷെ ഇത് കണ്ടു നിന്ന സെമീറക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം തോന്നുന്നുണ്ട്. ഗപ്പിയുടെ അച്ഛന്റെ കല്യാണ ദിവസം വരുന്നുണ്ട്. കല്യാണത്തിന് അവൾ അവളുടെ അമ്മയെയും കൂട്ടിക്കൊണ്ടാണ് പോകുന്നത്. അമ്മ ഭയങ്കര ഷോക്കായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് അർജുൻ വരുന്നുണ്ട്. അർജുനെ കണ്ട ഗിപ്പി അങ്ങനെ തന്നെ അവളുടെ മുഖം പൊത്തുന്നത് അമ്മ കാണാൻ. എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോ അർജുൻ ഉണ്ടെന്ന് പറയാണ്. എന്നാ അമ്മ പറയുന്നത്, നീ എന്തിനാണ് അതിന് മുഖം പൊത്തുന്നത്, അത് നിന്റെ ബോയ് ഫ്രണ്ട് അല്ല, ഞാൻ എന്റെ എക്സ് ഹസ്ബൻഡിന്റെ കല്യാണത്തിനാണ് വന്നിരിക്കുന്നത്, എന്റെ മനസ്സ് ഞാൻ കല്ലായിട്ടാണ് ഇരിക്കുന്നത്, അപ്പൊ ഇതുപോലും നിന്നെ കൊണ്ട് തരണം ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. അമ്മ വലിയ സങ്കടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഗിപ്പി അച്ഛനെ കൂട്ടിക്കൊണ്ട് വന്ന് അമ്മയുടെ അടുത്ത് പോയി സംസാരിക്കാനായി ആവശ്യപ്പെടുന്നുണ്ട്. അമ്മയും അച്ഛനും ഇപ്പൊ നല്ല പോലെ തന്നെ സംസാരിക്കുകയാണ്. അർജുന്റെ അടുത്ത് പോയി അവനോട് എനിക്ക് ഒറ്റക്ക് സംസാരിക്കണം വായൊന്നും പറഞ്ഞ് അവള് വിളിച്ചുകൊണ്ട് പോകാണ്. എന്നിട്ട് അവള് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർക്കുന്നുണ്ട്, നിന്റെ സമ്മതം ഇല്ലാതെ നിന്നെ ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞതില് സോറി, അത് എന്റെ തെറ്റാണ്, പക്ഷെ ഒരു പെൺകുട്ടിയോട് എങ്ങനെ പെരുമാറണമെന്ന് നീയും പഠിക്കണമായിരുന്നു. എന്നിട്ട് അവള് പോകാനായിട്ട് ഒരുങ്ങുമ്പോ അർജുൻ നമുക്ക് ഡേറ്റ് ചെയ്താലോ എന്ന് ചോദിക്കും. ആദ്യം നീ നിന്റെ വയസ്സിനൊത്ത പെൺകുട്ടികളായിട്ട് കമ്പനി ആവുന്നും പറഞ്ഞ അവള് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് അവിടെ നിന്ന് നടന്നു പോകുന്നുണ്ട്. അർജുൻ അത് കണ്ടൊന്ന് ചിരിക്കുന്നുണ്ട്. അമ്മയോടും അച്ഛൻ സംസാരിച്ചുകൊണ്ട് തന്നെ അമ്മ ഇപ്പൊ ഓക്കെ ആവുന്നുണ്ട്. അവരെല്ലാവരും നിന്ന് ഫാമിലി ഫോട്ടോസ് എല്ലാം എടുക്കാണ്. അച്ഛൻ രണ്ടു ഭാര്യയെയും ഒരുപോലെ ശ്രദ്ധിച്ചാണ് ആ ഒരു ഫോട്ടോയിൽ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു വോട്ട് ചെയ്യേണ്ട ദിവസം വരുന്നുണ്ട്. എല്ലാവരുടെയും വോട്ട് ഗിപ്പിക്കാണ് കിട്ടാൻ പോകുന്നതെന്ന് മനസ്സിലാക്കിയ ഷമീറയുടെ രണ്ട് ഫ്രണ്ട്സ് പോലും ഗിപ്പിയുടെ ഒപ്പം ചേരാണ്. ക്രിസ്മസിന് ഇടാനായി അവളെയും കൂട്ടിക്കൊണ്ട് ഡ്രസ്സ് എടുക്കാനായിട്ട് ഇവര് രണ്ടുപേരും പോകുന്നുണ്ട്. നല്ല ഒരു മോഡേൺ ഡ്രസ്സ് തന്നെ അവൾക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. ഐസ്ക്രീം കഴിക്കാൻ സമ്മതിക്കാതെ ഗ്രീൻ ടീ വാങ്ങി കൊടുക്കുന്നുണ്ട്. റിസൾട്ട് വരുന്ന ദിവസമായിരുന്നു ഇന്ന്, ക്രിസ്മസിന്റെ ആ ഒരു ദിവസം. ആ ഫ്രണ്ട്സ് വാങ്ങി കൊടുത്ത ഡ്രസ്സ് ഇട്ടിട്ടാണ് അവള് അന്ന് സ്കൂളിലേക്ക് പോകുന്നത്. ആ ഒരു ദിവസം കെബീറാണ് അവളെ പിക്കപ്പ് ചെയ്യാനായിട്ട് അവിടേക്ക് വരുന്നത്. കെബീർ അവളുടെ കയ്യിൽ ഒരു സീഡി കൊടുത്ത് അവൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണെന്നും അതിൽ നമുക്ക് ഡാൻസ് കളിക്കാമെന്നും പറയുന്നുണ്ടെങ്കിലും ഗിപ്പിക്ക് ഇനി ആ ഒരു ഡാൻസ് കളിക്കുന്നതിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. എനിക്കിപ്പോ ഒരു ലക്ഷ്യമുണ്ട്, ഹെഡ് ഗേൾ ആവണം, അതിന് ഈ ഒരു ഡാൻസ് കളിച്ചാലൊന്നും ശരിയാവില്ല എന്നാണ് അവള് പറയുന്നത്. പക്ഷെ കെബീർ ആ സമയം, നീ ഇപ്പോ സെമീറയുടെ പോലെയാണ് ഉള്ളത്, ദയവ് ചെയ്ത് നീ നിന്റെ പോലെ തിരിച്ചു വരാനായിട്ട് പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട്. റെസ്റ്റ് റൂമിലേക്ക് പോകുന്ന ഗിപ്പി കാണുന്നത് സെമീറ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വരുന്നതാണ്. അവളോട് എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോ, ഈ ഒരു സ്കൂളിലെ ഹെഡ് ഗേൾ ആയിട്ട് മാറാനായിട്ട് ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ച് നല്ല മാർക്ക് വാങ്ങി, ഉറക്കം പോലും ഇല്ലാതെയാണ് ഞാൻ പഠിച്ചിരുന്നത്, സ്കൂള് ട്യൂഷൻ എന്ന് പറഞ്ഞ് എനിക്കൊരു ഫ്രീ ടൈം പോലും ഉണ്ടായിരുന്നില്ല, നല്ല ഫിഗർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീം പോലും ഞാൻ കഴിച്ചിട്ട് 3 വർഷമായി, അത്രയും എഫേർട്ട് ഞാൻ ഇതിനു വേണ്ടി എടുക്കുന്നുണ്ട്, നീ ഇതിന് അർഹതപ്പെട്ടവളാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, എന്റെ അത്ര എഫേർട്ട് നീ എടുത്തിട്ടുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, നീ എന്താണ് ഇതിനു വേണ്ടി ചെയ്തിരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ഗപ്പിക്ക് ഇതിനൊന്നും തന്നെ മറുപടി പറയാനായിട്ട് ഇല്ലായിരുന്നു. അങ്ങനെ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നുണ്ട്. ഗപ്പി തന്നെയായിരുന്നു വിജയിച്ചിരുന്നത്. ഹെഡ് ഗേൾ എന്നുള്ള ആ ഒരു ബാഡ്ജ് അവൾക്ക് നൽകാനായിട്ട് പോകുന്ന സമയത്ത് അവള് പറയുന്നുണ്ട്, ഞാൻ ഇതിനൊട്ടും അർഹതപ്പെട്ടവളല്ല എന്ന്. ഷമീറയോട്
ബീറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു ഇലക്ഷന് നിന്നത് പോലും. പക്ഷെ ഷമീറ അങ്ങനെയല്ല, അവൾ ഇതിനു വേണ്ടി ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട്. അവളാണ് ഇതിന് അർഹതപ്പെട്ട ആള്. നല്ല ഫണ്ണി ആയിട്ട് ഡാൻസ് കളിച്ച് എന്റെ ഫ്രണ്ട് ഏഞ്ചലിന്റെ കൂടെ നല്ല ജോളിയായിട്ട് നടന്ന് അങ്ങനെ പോകാനാണ് ഇഷ്ടമെന്നെല്ലാം. അങ്ങനെ ആ ഒരു ബാഡ്ജ് ഷമീറക്ക് കൊണ്ടുപോയി കൊത്തി കൊടുക്കുന്നുണ്ട്. അവളും ഹാപ്പി, ഇവളും ഹാപ്പി. അങ്ങനെ അവരുടെ ശത്രുതയും മാറുന്നുണ്ട്. ഏഞ്ചലും ആശിഷും കെബീറും പിന്നെ ബൂബുവും ഗിപ്പിയും കൂടി ഗിപ്പിയുടെ വീട്ടിലേക്ക് പോയി കെബീർ കൊടുത്ത ആ ഒരു സീഡിയിലെ പാട്ടിട്ട് ഭയങ്കര ഫണ്ണി ആയിട്ട് എൻജോയ് ചെയ്ത് ഡാൻസ് കളിക്കുന്നോടത്താണ് ഈ ഒരു സിനിമ അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സിനിമ ഇഷ്ടപ്പെട്ടോ എന്നൊന്ന് കമന്റ് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ട ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. താങ്ക്